പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന റൂഹി ഫിദ 2025 റഹീബ് ക്യാമ്പയിൻ സമാപന സംഗമം പെരുമ്പാവൂരിൽ ശനിയാഴ്ച നടക്കും. സ്നേഹസാഗരം മിലാദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹസാഗരം മീലാദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റബീഹ് കാമ്പയിനും മദ്ഹ് റസൂൽ വാർഷിക പ്രഭാഷണവും ശനിയാഴ്ച പെരുമ്പാവൂരിൽ നടക്കും. സീമ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പതിനായിരങ്ങൾ പങ്കെടുക്കും. രാവിലെ 9 മുതൽ മെഗാ മെഡിക്കൽ ക്യാമ്പ്, വൈകിട്ട് 4-ന് തിരുനബിയുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന റബീഹ് ക്യാമ്പയിന്റെ സമാപനവും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും മദ്ഹ് റസൂൽ സംഗമവും നടക്കുമെന്ന് സ്നേഹസാഗരം ചെയർമാൻ AM നൌഷാദ് ബാഖവി, സ്വാഗത സംഘം ചെയർമാൻ ഷൗക്കത്ത് ഓണംപിള്ളി, ജനറൽ കൺവീനർ OH ഷാനവാസ് റഷാദി, സ്നേഹസാഗരം സെക്രട്ടറി സഫീർ ഖാൻ മന്നാനി പനവൂർ, MA മുഹമ്മദ് ഫസൽ കണ്ടന്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. സംരക്ഷിക്കുന്ന ഒരു മഹത്തായ സേവന രംഗമാണ് സ്നേഹസാഗരം എന്നത്. അതിൻ്റെ കീഴിൽ അതിൻ്റെ ശാഖകളായി നിരവധി സംഘടനകളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘമാണ് സ്നേഹസാഗരത്തിൻ്റെ മീലാദ് കമ്മിറ്റി എന്നത്. ഈ സേവനത്തിനും ഈ സൽക്കർമ്മത്തിനും നമുക്ക് പ്രചോദനമായത് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ സേവനങ്ങളും അവിടുത്തെ ജീവിതവും അവിടുത്തെ വചനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജന്മദിനം 1500ാമത് ജന്മദിനമാണിപ്പോൾ കഴിഞ്ഞ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു മാസക്കാലത്തെ റബീഉൽ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. റബീഉൽ ക്യാമ്പയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലുകൾ സന്ദർശിക്കുക, അവർക്ക് ഡയാലിസിസ് പോലെയുള്ള മറ്റ് ചികിത്സാ സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അതുപോലെ ഭക്ഷണ വിതരണം ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരുപാട് പദ്ധതികൾ നടത്തി നാടുകളിൽ സാമൂഹിക സാമുദായിക സേവന രംഗത്തുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. അത്തരം പരിപാടികളൊക്കെ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമാപനമാണ് നാളെ പെരുമ്പാവൂർ ടൗണിലെ സീമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി ആശുപത്രികൾ സന്ദർശിക്കൽ, രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും വിതരണം ചെയ്യൽ, വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ, മാനവ സദസ്സുകൾ എന്നിവ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഒരുപാട് ആളുകൾക്ക് ഒരു സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പെരുമ്പാവൂരിന്റെ പ്രദേശത്തും, അതുപോലെ തന്നെ മറ്റെല്ലാ ജില്ലകളിലും. അത്യാവശ്യം സ്ഥിരപ്പെട്ട് എല്ലാ മാസവും മുടങ്ങാതെ മരുന്ന് കഴിക്കുന്ന നിത്യരോഗികളായവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് അവരുടെ ഇഞ്ചക്ഷനുള്ള പൈസ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അവരുടെയും ഒരു ഇത് നമ്മൾ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളത് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാത്തത്. അങ്ങനെ മുഹമ്മദ് നബിയുടെ പേരിൽ എല്ലാവർക്കും ഗുണം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി മൊത്തത്തിൽ നടത്തിയെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.